നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയാണ്. വെറും 3 ദിവസത്തിനുള്ളിൽ 6 രാജ്യങ്ങളെ ലക്ഷ്യമിട്ടതാണ് ലോകമെമ്പാടുമുള്ള ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇസ്രായേൽ പോലൊരു കുഞ്ഞൻ രാജ്യമാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തികപരമായിട്ടും ഒക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളോട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. പാലസ്തീൻ, ലെബനാൻ, സിറിയ, തുനീസിയ, ഖത്തർ, യമൻ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വലിയൊരു വമ്പൻ പ്രസ്താവനയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. പലസ്തീൻ ഇനി തങ്ങളുടെ അധികാര പരിധിയിലെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ്. വിവാദമായ E1 സെറ്റിൽമെന്റ് വിപുലീകരണ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല, ഈ സ്ഥലം നമ്മുടേതാണ്. ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലെ മാലെ അദൂം സെറ്റിൽമെന്റിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് നെതന്യാഹു ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. നമ്മുടെ പൈതൃകം, നമ്മുടെ ഭൂമി, നമ്മുടെ സുരക്ഷ എന്നിവ നമ്മൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജെറുസലേമിന് കിഴക്കുള്ള ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ദീർഘകാലമായ തർക്കത്തിലായിരുന്ന E1 പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയ ആസൂത്രണ കമ്മീഷനിൽ നിന്നും അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പദ്ധതി വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുമെന്നും പ്രദേശത്തിന്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ വേർപെടുത്തുമെന്നും കിഴക്കൻ ജെറുസലേമിനെ ഫലപ്രദമായി ഒറ്റപ്പെടുത്തുമെന്നുമാണ്. ഇത് ഭൂമിശാസ്ത്രപരമായി അടുത്തടുത്തും നിലനിൽക്കുന്നതുമായ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാക്കുമെന്നും അവർ വാദിക്കുന്നു. ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമം വ്യാപകമായ അപലപത്തിന് ഇടയാക്കിയതിന് 2 ദിവസത്തിന് ശേഷമാണ് നെതന്യാഹുവിന്റെ വെസ്റ്റ് ബാങ്ക് സന്ദർശനവും പ്രസ്താവനയും വന്നത്. പ്രധാന സഖ്യകക്ഷികളുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഈ പദ്ധതി സാധ്യതയുണ്ട്. പദ്ധതി പുനരാരംഭിക്കുന്നത് ഇസ്രായേലിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ ആഴത്തിലാക്കും. കാരണം അതിന്റെ തുടർച്ചയിലും ഗാസ യുദ്ധത്തിന്റെ ആസൂത്രിതമായ വർധനവിലും ഇതിനകം നിരാശരായ നിരവധി പാശ്ചാത്യ പങ്കാളികൾ വരാനിരിക്കുന്ന UN പൊതുസഭയിൽ ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചേക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. ജെറുസലേമിന് കിഴക്ക് 12 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വാസസ്ഥലം ഈസ്റ്റ് 1 അല്ലെങ്കിൽ E1 എന്നറിയപ്പെടുന്നു. മാലെ അദൂമിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. US യൂറോപ്യൻ സർക്കാരുകളുടെ എതിർപ്പിനെ തുടർന്ന് 2012ലും 2020ലും ഇത് മരവിപ്പിച്ചിരുന്നു. പുതിയ റോഡുകളും പ്രധാന അടിസ്ഥാന സൗകര്യ നവീകരണങ്ങളും ഉൾപ്പെടുന്ന ഈ പദ്ധതിക്ക് ഏകദേശം $1 ബില്യൺ ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ പ്രദേശത്തെ എല്ലാ ഇസ്രായേലി കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു. 4ാം ജനീവ കൺവെൻഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കൺവെൻഷൻ. ഒരു അധിനിവേശ ശക്തി സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നതും വിലക്കുന്നു. കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ ഈ നിലപാട് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇസ്രായേൽ ഈ വ്യാഖ്യാനത്തെ എതിർക്കുന്നു. 1967 6 ദിവസത്തെ യുദ്ധത്തിന് മുൻപ് വെസ്റ്റ് ബാങ്കിന് അംഗീകൃത സംസ്ഥാനത്തിന്റെ പരമാധികാരമില്ലാതിരുന്നതിനാൽ 4ാം ജനീവ കൺവെൻഷൻ വെസ്റ്റ് ബാങ്കിന് ബാധകമല്ലെന്നും അവർ വാദിക്കുന്നു. ഇസ്രായേലികൾ സ്വമേധയെ അവിടെ താമസമാക്കിയതിനാൽ ഈ കുടിയേറ്റ കേന്ദ്രങ്ങൾ ജനസംഖ്യയുടെ കൈമാറ്റമല്ലെന്നും അവർ വാദിക്കുന്നു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരം കിഴക്കൻ ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നു. അത് ഇസ്രായേലിനൊപ്പം സഹവർത്തിക്കുന്നു. യമനിലെ ഹൂതി നിയന്ത്രിത മേഖലകളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയത്. സനാ നഗരത്തിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള ഹൂതി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കു കിഴക്കൻ ലെബനാനിലെ ബെക്ക, ഹെർമൽ ജില്ലകളിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടന്നത്. ഈ വ്യോമാക്രമണങ്ങളിൽ 4 ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. ഈ മേഖലയിലെ സംഘർഷങ്ങൾ ഇതിനോടകം തന്നെ രൂക്ഷമാണ്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞത് 8 വ്യോമാക്രമണങ്ങളെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഞെട്ടിച്ചു. ഇത് ഖത്തറിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സഖ്യരാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾക്കും കാരണമായി. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത്.
കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ ഹോംസിലെ ഒരു വ്യോമസേനാ താവളവും സൈനിക ബാരക്കും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ആക്രമിച്ചതായി UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. ഗാസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ പ്രധാന കപ്പലായ ഫാമിലി ബോട്ടിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണെന്നും ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗാസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവവികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഏതായാലും ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരേ സമയം തന്നെ പല രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ശത്രുക്കളായി കണ്ട് അവർക്ക് നേരെ കൃത്യമായിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നത്. ഏതായാലും ഖത്തറിൽ ഹമാസ് ഒത്തുകൂടിയിട്ടുള്ള അവരുടെ വസതിക്ക് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ചില അറബ് രാജ്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇപ്പോൾ ഖത്തറിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അവിടെ കയറിയൊരു തിരിച്ചടി ഇപ്പോൾ ഖത്തർ തിരിച്ചടിക്കുമെന്നൊക്കെയുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള അവർക്ക് അപകടം പറ്റുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഒരു അറ്റാക്കും സംഭവിക്കാതെയുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇസ്രായേലിന്റെ നടപടിയിൽ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇസ്രായേൽ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടും പലരും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തങ്ങളുടെ സമാധാനത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖത്തറിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് അറബ് രാജ്യങ്ങളിലാണെങ്കിലും തന്നെ ഇത്തരത്തിൽ ഹമാസിന് ഒളിത്താവളങ്ങൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിച്ചുകൊണ്ട് ഇവിടെ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാനുള്ള മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്യുന്ന ഏത് തലവന്മാരാണെങ്കിലും ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും അവിടെ അതായത് ആകാശത്തിന് കീഴിൽ എവിടെ പോയി ഒളിച്ചാലും അവിടെ എല്ലാം തന്നെ എത്തി അവിടെ തങ്ങൾ തകർക്കും അല്ലെങ്കിൽ അവരെ ഞങ്ങൾ കൊലപ്പെടുത്തുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇസ്രായേലിന് നേരെ ഇപ്പോൾ പല രാജ്യങ്ങളും തിരിഞ്ഞിരിക്കുന്ന ഒരു നേരം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ തങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നീക്കത്തിലൂടെ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം മുൻപോട്ട് പോവുകയാണ്.